നമസ്കാരം. ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം. സേവനപാതയിൽ 25 വർഷങ്ങൾ പിന്നിട്ട മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനം നടന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ചികിത്സാ രംഗത്ത് നിർമ്മല മെഡിക്കൽ സെന്റർ നൽകിയ സമഗ്ര സംഭാവനകൾ നാടിന് ഏറെ മുതൽക്കൂട്ടാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. നിർമ്മല മെഡിക്കൽ സെന്ററിൽ ഒരു വർഷം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫ് അംഗങ്ങളെ കിട്ടാത്തതിൻ്റെയും കോടാനുകോടി രൂപയുടെ കുടിശ്ശിക വരുത്തി വെക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ ഓരോ വർഷം കൂടുന്തോറും ഗവൺമെൻറ്റിന് അധിക ബാധ്യതയാണ്. അതുകൂടാതെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമായി സർക്കാർ ആശുപത്രികൾ വലിയ കുഴപ്പത്തിലാണ്. ഇതൊക്കെ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ കൂടുതൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നുകൊണ്ട് ആശുപത്രി സംവിധാനങ്ങൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, അത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളമായി വരുന്നു. നമ്മളൊന്ന് ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ മെച്ചപ്പെട്ട ആശുപത്രി ശൃംഖലകളാണ്. സാധാരണക്കാരായ ആളുകൾക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുൻപിലാണ് നിർമ്മല മെഡിക്കൽ സെൻ്ററിനെ പോലെയുള്ള ആശുപത്രികളുടെ ഏറ്റവും വലിയതായ ആവശ്യകതകൾ അന്നും ഇന്നും എന്നും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇവിടെയാണ് സാധാരണക്കാർക്ക് വരാൻ പറ്റുക. ഇവിടെയാണ് ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് വിശ്വസിച്ച് കടന്നു വരാൻ പറ്റുന്നത് എന്നുള്ളത് പറയാതെ വയ്യ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ അടിവരയിടും. അപ്പോൾ ഈ അവസരത്തിൽ ഇക്കാലം അത്രയും 25 വർഷക്കാലം ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ തൊഴിലാളികൾ, കർഷകർ, സമസ്ത മേഖലയിലുമുള്ള ആളുകൾ, അവരൊക്കെ ഈ ആശുപത്രിയിൽ വന്ന് ഈ ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അവിടെ ഈ ആശുപത്രിയുടെ യഥാർത്ഥ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നു. അതിൻ്റേതായ നിലയിൽ അതിൻ്റെ ഗുണഫലങ്ങൾ നാടിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നാടിൻ്റെ പേരിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വിശിഷ്ട സേവനം നൽകിയ നിർമ്മല മെഡിക്കൽ സെന്ററിന് എല്ലാവിധ ആശംസകളും. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ചു. സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽ ദാനം എമിരിത്തോസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ നിർവഹിച്ചു. കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, രൂപത വികാരി ജനറൽ പൈസ് മലയക്കണ്ടത്തിൽ, മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം, നഗരസഭാ അംഗം S മജീദ്, മുൻ അംഗം അബ്ദുൾ സലാം, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജസ്ലിൻ, മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ്, മെഡിക്കൽ സൂപ്രണ്ട് സിസ്റ്റർ ഡോക്ടർ തെരേസ്, ഡെൻ കെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. മൂവാറ്റുപുഴയിൽ ഒരു ഹോസ്പിറ്റൽ എന്ന സ്വപ്നം 1987 ആദ്യമായി ഉയർന്നു വന്നത്. കൂടി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിനെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ഏറെ പ്രിയപ്പെട്ട ജോവിറ്റാമയെ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. ഈ സിസ്റ്റേഴ്സ് പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് ആതുരാലയം എന്നുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് കോതമംഗലം വിമല പ്രൊവിൻസിലെ FCC സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ് നിർമ്മല മെഡിക്കൽ സെന്റർ. മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗവും കാത്തിലാബും നിർമ്മല ആശുപത്രിയുടെ സവിശേഷതയാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, ത്രോബെക്ടമി, പെരിക്കാർഡിയോസെൻസിസ് എന്നീ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന നെഫ്രോളജി വിഭാഗവും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഡയാലിസിസ് യൂണിറ്റ് 18 മെഷീനുകളായി വിപുലീകരിച്ചു. മികവുറ്റ സേവനം നൽകുന്ന സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റ്, മാനസിക രോഗത്തിന് പരിഹാരം നൽകി പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് വിഭാഗവും ഡി-അഡിക്ഷൻ സെന്ററും ശ്രദ്ധേയമായ സേവനം കാഴ്ചവെക്കുന്നു. സമാപന പരിപാടികളോടനുബന്ധിച്ച് നിർമ്മല മെഡിക്കൽ സെന്ററിലെ ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു.